ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാഷാ അല്ലാ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്നാക്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് ആൾക്കാർ ചോദിച്ച കമൻറ്റിലൂടെ ചോദിച്ച ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല രുചിയോടുകൂടി ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിതിലേക്ക് ഓയിലാണ് ചേർക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഓയിൽ ചേർത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതിലോട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂടുള്ള വെള്ളം ഒഴിക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ അത്രയും ഹാർഡാക്കണം എന്നില്ല, കുറച്ചും കൂടി ലൂസായിട്ട് നമ്മൾക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കണം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പാകത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് പൊടികൾ എന്താണെന്നല്ലേ, അതൊന്നും അല്ല കേട്ടോ, നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതിൻ്റെ എല്ലാം പൗഡറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അതൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചീൻ്റെ എല്ലാം പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതായി ഒരു ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഡീറ്റെയിലായിട്ട് കാണിക്കാം, എല്ലാ സ്റ്റെപ്പും എനിക്ക് പറയാനോ എടുക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ചിലതൊക്കെ സ്കിപ്പായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നന്നായി അതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡോ ഒന്നും കൂടെ കുഴച്ചെടുക്കാം. സാധാരണയായിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ദോശയായിട്ട് ചുട്ടാലല്ലേ ഈസി, എന്താ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന്. അല്ല കേട്ടോ, നമ്മൾ ദോശയായിട്ട് ചുടുന്നതിനേക്കാളും ഇതാണ് കേട്ടോ ഈസി. ഒരെണ്ണമൊക്കെ ചുടുന്നുണ്ടെങ്കിൽ ദോശയായിട്ട് ചുടാം. പക്ഷേ നമുക്കിത് സെയിലെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ ഈസി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ചട്ടിപ്പത്തിരി എല്ലാം ആണെങ്കിൽ നമ്മൾക്ക് ദോശ പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്ന സെയിലെല്ലാം ചെയ്യുന്നവർക്ക് ഇതാണ് കേട്ടോ ഈസി. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കുറച്ച് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു വലിയ സൈസല്ല, പൂരിൻ്റെ വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇനി ഇതാ ജസ്റ്റ് ഒന്ന് പരത്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം ഒരുപോലെ ആക്കിയ ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്നിച്ച് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതി ഇത്രയും വലുപ്പത്തിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലും ഇട്ട് അതിലോട്ട് ഇതാ കുറച്ച് പൊടിയും ഇടുന്നുണ്ട്. അപ്പോൾ മൈദയാണ് കേട്ടോ ഇടുന്നത്. അതിൻ്റെ മുകളിൽ അടുത്ത ഷീറ്റും വെച്ച് അതിലേക്കും ഓയിലും പൊടിയും ഇട്ട ശേഷം മൂന്നാമത്തതും വെച്ച്, അപ്പോൾ 3 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിച്ചിട്ട് ഒരേ ലെവലിലാക്കിയെടുക്കണം. പിന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒരേ സൈഡ് പരത്തിക്കൊണ്ടിരുന്നാൽ അടിഭാഗത്തുള്ളതൊക്കെ ആ ഒരു അത് വലുതായിട്ടുണ്ടാവില്ല, നല്ല ഉള്ളിലോട്ടായിട്ട് വലിഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഒരേ ഷേപ്പിൽ ഒരേ രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുക്കണം കേട്ടോ. ഇനി പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്പിന് അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡിയായതിന് ശേഷം ഒന്നിച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് ഞാൻ അപ്പോൾ ചൂടായ തവയിലോട്ട് ഇതിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചൂടായ സമയത്ത് ഞാനിതാ ഇതിലേക്കിട്ട് 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇങ്ങനെ പൊങ്ങി വരുന്ന സൈഡിലേക്ക് അതിൻ്റെ എയറെല്ലാം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ആണ് അതിൻ്റെ ആ സൈഡ് ഭാഗമെല്ലാം ഒന്ന് വിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസിയിൽ അതൊന്ന് ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം. അരമണിക്കൂർ കൊണ്ട് ഇതാ ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ദോശ പോലെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, 1 മണിക്കൂറിലും കൂടുതൽ വേണം. അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോന്ന് വേവിക്കുന്ന സമയത്ത് വേവിച്ചതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ ഹാർഡായി പോകും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇതുപോലെ അടക്കണം. ഇനി എല്ലാം വെന്ത് എല്ലാം റെഡിയായതിന് ശേഷം ലാസ്റ്റ് ഇതാ നമുക്ക് ഇത് ഓരോന്ന് എടുക്കാൻ നോക്കിയാൽ നല്ല ഒരു തെളുപ്പായിട്ട് നല്ല തിന്നാക്കിയിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ ദോശ പോലെ ചുട്ട് കഴിഞ്ഞാൽ കുറച്ച് പീസേ നമുക്ക് കിട്ടുന്നുള്ളൂ. 3 കപ്പ് മൈദയിലോട്ട് എനിക്ക് 19 പീസ് അങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതുപോലെ പരത്തിയ സമയത്ത് എനിക്ക് 36 പീസ് അങ്ങനെ കിട്ടി. അപ്പോൾ ഏതാ ലാഭം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ.
എന്തായാലും നമ്മൾ വിചാരിക്കുമ്പോൾ കുറച്ച് കൂടെ ഭയങ്കര ഇതായിട്ട് കഷ്ടമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നമുക്ക് ഈ ഒരു പരത്തുന്നത്. പക്ഷേ ഇതാണ് കേട്ടോ ഈസി ആയിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം ഞാൻ ഫ്രിഡ്ജിലും കൂടി സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ ആ ഒരു വീഡിയോ എടുക്കാനുള്ളത് വിട്ടുപോയി. അപ്പോൾ നമ്മൾ കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഓർഡേഴ്സെല്ലാം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോൺലെസ് പീസ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ച് ബോൺലെസ് പീസും എല്ലാം ഇട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ സവാളയും ചെറുതായി അരിഞ്ഞ സവാളയും ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒരു 4 വലിയ സവാളയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതെല്ലാം ചേർക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഓയിലിൽ കരിഞ്ഞതോ പൊരിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മസാല ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് കിട്ടണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന വിധത്തിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ പച്ചമുളകും ചേർക്കണം. നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ഉണ്ടാക്കണം, അപ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല എരിവുള്ള ഒരു 7-8 പച്ചമുളക് എന്തോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര ചേർത്ത് എന്നുള്ളത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ ചേർക്കുക. പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മസാലയുണ്ട് ആ ഒരു മസാല ചേർക്കുക. ഞാനിവിടെ 65ൻ്റെ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതന്നെ വേണമെന്ന് നിർബന്ധമില്ല, ചിക്കൻ്റെ ഏത് മസാല ഉണ്ടെങ്കിലും നമുക്കിത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ ചിക്കനും കൂടി റെഡിയാക്കണം. ചിക്കന് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പീസാക്കി എടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. കുറച്ച് കടിക്കാൻ കിട്ടുന്ന പോലെ അങ്ങനെ ആയിരിക്കണം ചിക്കന്. അപ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ക്യാരറ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ക്യാരറ്റ് ഇടുമ്പോഴേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഓഫാക്കാം. നമ്മളിതിന് ക്യാരറ്റ് വേവിക്കാൻ നിൽക്കുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് ആ ചൂടോട് കൂടി തന്നെ ഇട്ട് ഓഫാക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഇനി നമുക്കിതിനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 4 മുട്ടയും ഉണ്ടാകട്ടെ ഞാൻ ഉണ്ടാക്കുന്നത്. വലിയ സൈസുള്ള മുട്ടയാണ്. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഓയിലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മസാലയിൽ തന്നെ അത്യാവശ്യത്തിനുള്ള എരിവെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ പാത്രം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ആദ്യത്തെ ലെയറിലോട്ട് നമ്മുടെ പത്തിരി അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യാതെ, കാരണം മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്താൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ഇളക്കി എടുക്കാനെല്ലാം നല്ലത് ഇങ്ങനെ തന്നെ വെച്ചാലാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളിതാ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഗ്യാപ്പിലോട്ട് നമ്മുടെ മസാല ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിലേക്കൊന്നും അധികം ആവാതെ നടുഭാഗത്തായിട്ട് വെക്കണം. ഇനി അടുത്ത ലെയറും കൂടി ഇതിലേക്ക് വെക്കുക. അപ്പോൾ ഈ ഒരു പത്തിരി 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ അങ്ങനെ ആക്കാം. നല്ല തിന്നായിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ കുറച്ച് ലെയറായിട്ട് കിട്ടാനും ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 എണ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ മുട്ടയിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചില്ലേ, ആ ഒരു ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ ഇല്ലെങ്കിലുണ്ടല്ലോ സാധാരണ ഓയിലിട്ട് മിക്സ് ആക്കിയാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഇത് ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിലോട്ട് ഓരോ ടേബിൾ സ്പൂൺ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നല്ല സോഫ്റ്റും ആവും, നല്ല ടേസ്റ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റുള്ള ആ ബാറ്റർ ഫുള്ളായിട്ട് മുട്ടയുടെ ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ നടുഭാഗം നല്ല രീതിയിൽ പരന്ന് നിൽക്കുന്നത്. അങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ആ നടുഭാഗം പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം.
ഞാൻ മുമ്പ് വേറെ രീതിയിലുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സമൂസ ഷീറ്റ് കൊണ്ടാണ്, നല്ല ഈസിയാണ്. പൊട്ടിയതോ പൊളിഞ്ഞതുമായിട്ടുള്ള ഏത് ടൈപ്പുള്ള സമൂസ ഷീറ്റ് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾക്കിതാ ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റോളം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. സൈഡെല്ലാം ചെറുതായിട്ട് ഒരു ബബിൾ വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആ ഒരു സമയത്ത് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളാണ് കേട്ടോ ചേർക്കുന്നത്. വെളുത്ത എള്ള് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ വെളുത്ത കസ്കസ് ഉണ്ടല്ലോ അത് ചേർത്താലും മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമ്മൾക്കിത് വേവിച്ചെടുക്കാം. പിന്നെ എനിക്ക് ഇന്ന് കുറച്ച് കുഞ്ഞി കലത്തപ്പം കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കാൻ കുറച്ച് ചിലവാണെങ്കിലും പക്ഷേ അതിന് നല്ല ടൈമുണ്ട്, നല്ല പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരി ഒരു ഭാഗം വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു പാനിലും കുറച്ച് ഓയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഞാൻ കളർ മാറ്റാൻ നിൽക്കുന്നില്ല, ഈ ഒരു രീതിയിലായപ്പോൾ എടുത്തതാണ് കേട്ടോ. പിന്നെ 2 ടൈപ്പുള്ള പോളിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് പോളിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമൻറ്റും കൂടി ഇടാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.